നിയമനങ്ങൾക്കും ട്രാൻസ്ഫറിനുമൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ലേലം വിളിയും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ ഒരു ബന്ധു അന്ന്, അതായത് 2002 1.5 ലക്ഷം രൂപ കൊടുത്താണ് ശാന്തിപ്പണിക്ക് നിയമനം നേടിയത്. എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും 1.5 ലക്ഷം രൂപ അന്ന് കൊടുക്കേണ്ടി വന്നു. ഇന്ന് തുക എത്രയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ ലേലം വിളിയും വലിയ തട്ടിപ്പും, അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആര് അധികാരത്തിൽ വന്നാലും ദേവസ്വം ബോർഡുകൾ എന്നത് തട്ടിപ്പിൻ്റെ, വെട്ടിപ്പിൻ്റെ, കൈക്കൂലിയുടെ, തോന്യാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ഈശ്വര സാന്നിധ്യം ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ബോർഡാണ്. അവിടെയാണ് ഇത്തരം നാറിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ്, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാൽ തട്ടിപ്പിൻ്റെ, വെട്ടിപ്പിൻ്റെ, തോന്യാസത്തിൻ്റെ, കൈക്കൂലിയുടെ എല്ലാം ഒരു കേന്ദ്രം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ്. അദ്ദേഹത്തിനെതിരെ ബോർഡ് മെമ്പർ PD സന്തോഷ് കുമാർ തുറന്നടിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്. PD സന്തോഷ് കുമാർ അടിച്ചുകൊണ്ടുപോയതോ അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ട കേസുകളോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും അദ്ദേഹം കെ മുരളീധരനെ ഈ രീതിയിൽ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നിട്ടില്ല എന്നതാണ് സത്യം. കാരണം പിണറായിയുടെ നോമിനി ആയിരിക്കും അദ്ദേഹം, നമുക്കറിയില്ല. ബോർഡ് നിയമനങ്ങളിൽ ഒരു കാലത്തും കാണാത്ത നിലയിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്നാണ് സന്തോഷ് കുമാറിൻ്റെ ആരോപണം. അതായത് സഖാക്കളെ ഒക്കെ നിയമിച്ച് കാണും നേരത്തെ തന്നെ. അവർക്കെതിരെ എന്തെങ്കിലും മുരളീധരൻ പറഞ്ഞു കാണും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മുരളീധരൻ നിയമിച്ച് കാണുമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് തന്നെ അദ്ദേഹവും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ദേവസ്വം ഒരു സ്വതന്ത്ര ബോഡി, നല്ല സ്വതന്ത്ര ബോഡിയാണ്. സ്വർണം കക്കുന്നത്, അടിച്ചുകൊണ്ട് പോകുന്നത്, നിയമനങ്ങൾക്ക് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നത്, ലേലം വിളിക്കുന്നത് ഒക്കെ തന്നെ സ്വതന്ത്ര ബോഡിയുടെ പരിപാടിയാണ്. കോൺഗ്രസ് സംഘടനാ നേതാക്കളുടെ നിയമനത്തിനായി മന്ത്രി ആവശ്യപ്പെട്ടെന്നും സന്തോഷ് കുമാർ ആരോപിക്കുന്നു. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബൈജു ബോർഡ് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നും ഇയാൾ പറയുന്നു. നിങ്ങൾ ഇടപെട്ട എത്രയൊന്നും ഈ പാവം പിടിച്ച മുരളീധരൻ ഇടപെട്ടിട്ടുണ്ടാവില്ല. അതിനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത്രയും കാലമല്ലേ ആയുള്ളൂ. ഇടപെടുമായിരിക്കും, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമായിരിക്കും. സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ആൾക്കാരെ തിരികെ കയറ്റി, ഞങ്ങളുടെ കാലത്ത് പോലീസിനെ സാക്ഷി നിർത്തി ഞങ്ങൾ ആൾക്കാരെ തിരികെ കയറ്റും. അതൊരു സ്വാഭാവികമായ കാര്യമല്ലേ. ദേവസ്വം ബോർഡ് എന്ന് പേരും കാണിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള യാതൊരു നിലവാരമില്ലാത്ത പരിപാടികളും. SITക്ക് കെ മുരളീധരൻ കത്തയച്ചത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ്. അത് ശരി. അപ്പം ഈ കട്ടുകൊണ്ടുപോയവരോ, തന്ത്രി കണ്ഠര രാജീവരോ, അല്ലെങ്കിൽ തന്ത്രി കണ്ഠര രാജീവരോ ഒന്നും, എല്ലാം ഡീസൻറ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഡീസൻറ്റ്. കടകംപള്ളി അതിനേക്കാൾ ഡീസൻറ്റ്. ഈ സന്തോഷ് കുമാർ പഴയ സഖാവാണെന്നുള്ള കാര്യം, പഴയതല്ല ഇപ്പോഴും സഖാവാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം. തന്നോട് വ്യക്തിവൈരാഗ്യം ആണ്, അതുപോലെ സന്തോഷ് കുമാറിനോട് വ്യക്തിവൈരാഗ്യമാണ് കെ മുരളീധരന്. പലരും തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ബോർഡ് സ്ഥലമാറ്റം നൽകിയത്. SIT ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ സ്ഥലമാറ്റം തടഞ്ഞു വയ്ക്കാൻ ആകില്ല എന്നും സന്തോഷ് കുമാർ പറയുന്നു. പാളി കൊടുത്തുവിടാൻ തീരുമാനിച്ച യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല. ബോർഡ് തീരുമാനത്തിൽ ഒപ്പുവെച്ചിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്കുമില്ല. ഇതിനിടെ സന്തോഷ് കുമാറിനെ അടക്കം പ്രതിയാക്കി പുതിയ കേസെടുക്കാൻ SIT നീക്കം നടത്തുന്നതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് സ്വർണം കട്ടവനാരപ്പ, അതിനകത്ത് എല്ലാവരും പെടും. ഇതിനകത്ത് ബോർഡ് അംഗങ്ങൾക്ക്, നേരത്തെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത്, പുതിയ ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ സാറിന് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവരും കുറ്റാരോപിതരാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെയൊക്കെ തന്നെ ശക്തമായ അന്വേഷണം നടത്തണം, ശക്തമായ നടപടി എടുക്കണം. എല്ലാവരും സ്വർണം ഊറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്, സ്വർണം കൊണ്ട് മറിച്ച് വിറ്റിട്ടുണ്ട്, സ്വർണം കലക്കിക്കൊണ്ട് പോയിട്ടുണ്ട്, പലതും കാണിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കീഴിലുള്ള എല്ലാ ബോർഡിലും, അത് K വാസു ആയാലും ശരി, ഇങ്ങോട്ട് വന്നാൽ PS പ്രശാന്ത് ആയാലും ശരി, മുരാരി ബാബു മരിച്ചു പോയോണ്ടൊന്നും പറയുന്നില്ല ആയാലും ശരി, തന്ത്രി ആയാലും ശരി, കണ്ഠര രാജീവരായാലും ശരി, എല്ലാവരും ചേർന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും എല്ലാവരും ചേർന്നാണ് ഇത് വെട്ടിച്ചത്. അതിനിടയ്ക്ക് ഈ തൊടുന്യായീകരണങ്ങളും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും നോക്കണ്ട. നിങ്ങളാരും അറിയുക തന്നെ ഇല്ല. നിങ്ങൾ ബോർഡ് മെമ്പറാണെന്ന് ഈ ഒരു വാർത്തയും മറ്റു കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്. 2025 ദ്വാരപാലക പാളിമാറ്റത്തിൽ കേസെടുക്കാൻ നീക്കം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ ഒരു ന്യായവാദങ്ങൾ സന്തോഷ് കുമാർ നടത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാർ, സന്തോഷ് കുമാർ ഇയാൾ തന്നെ പ്രതികളാവും. 2025 ഗൂഢാലോചന നടത്തൂ എന്ന
നിഗമനത്തിലാണ് SIT. പാളികൾ കൈമാറിയതിൽ ദുരൂഹതയുണ്ടെന്നും SIT വിലയിരുത്തുന്നു. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കും. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്. ഇപ്പോൾ സന്തോഷ് കുമാറല്ല, ഏത് തമ്പുരാൻ വന്നാലും, ഇനിയിപ്പോൾ പിണറായി വിജയൻ വന്നാലും കേസെടുക്കണം, അന്വേഷിക്കണം. പറ്റുകയാണെങ്കിൽ അകത്ത് പോകും. N. വാസുവിനെയും അതുപോലെ തന്നെ നമ്മുടെ പഴയ സഖാവ്, അല്ല പുതിയ സഖാവ് കൂടിയാണ് പത്മകുമാറിനെ നമുക്ക് അകത്തിട്ടല്ലോ. അപ്പോൾ താങ്കളും കുറച്ച് നാൾ അകത്ത് കിടക്കുക. പിന്നെ ഈ ദേവസ്വം മന്ത്രിക്കെതിരെ ഇപ്പോഴേ ഇങ്ങനെ ആരോപണങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം നിയമിച്ചോട്ടെ, നിയമനങ്ങൾ നടക്കുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇടപെടുമായിരിക്കും. പക്ഷേ നിയമനങ്ങൾ നടക്കുന്നത് പോലെ അല്ലല്ലോ കോടികളുടെ സ്വർണ്ണക്കൊള്ള. നടക്കട്ടെ കാര്യങ്ങൾ. എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അത് തന്നെ നടക്കും.